ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പോളിംഗ്. തമിഴ്നാട്ടിൽ 85.15%, പശ്ചിമബംഗാളിൽ 92.88% പോളിംഗ്. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതം. കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-ന്. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. കേരളത്തിൽ ചൂട് തുടരുന്നു. വിവിധ ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി ഡൊണാൾഡ് ട്രംപ്. ISL ഫുട്ബോളിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് പോളിംഗ്. തമിഴ്നാട്ടിൽ 85.15%, പശ്ചിമബംഗാളിൽ 92.88% ആണ് പോളിംഗ് ശതമാനം. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിലെ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലുമായിരുന്നു ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. പശ്ചിമബംഗാളിൽ ഈ മാസം 29-നാണ് 142 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പ്. കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ ഡംഡമിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ ഇന്ന് ഉച്ചയ്ക്ക് ഹിംഗൽഗഞ്ചിലെയും കൊൻനഗറിലെയും ലിബുഖാലി മൈതാനത്ത് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജി ഭവാനിപൂരിൽ പ്രചാരണം നടത്തുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി ഇന്ന് ഹൌറയിലും സൌത്ത് 24 പർഗാനാസിലും നിരവധി സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളും റോഡ് ഷോകളും നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ തുടർന്ന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം നിരീക്ഷണ ക്യാമറകളും വീഡിയോ ഡാറ്റയും കൈകാര്യം ചെയ്യുന്നതിന് കർശനമായ നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്തിലെ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന SD കാർഡുകൾ വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നീക്കം ചെയ്യാൻ അനുവാദമുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. 73-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയതിന്റെ സ്മരണാർത്ഥമാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം ആചരിക്കുന്നത്. ഇന്ത്യൻ പശ്ചിമമേഖലാ വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് ഐക്യരാഷ്ട്രസഭ അണ്ടർ സെക്രട്ടറി ജനറൽ അലക്സാണ്ടർ സുവേവുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദം നേരിടുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവിരുദ്ധ ഓഫീസുമായുള്ള ഇന്ത്യയുടെ ശക്തമായ സഹകരണത്തെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അറിയിച്ചു. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ കാണാതായവർക്കായി നടത്തിയ തിരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്തുനിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഇവ കണ്ടെത്തിയത്. പരിശോധന തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ദ്വീപ് രാഷ്ട്രമായ മാൽദീവ്സിനെ സാമ്പത്തികമായി സഹായിക്കുന്നതിന്റെ ഭാഗമായി സാർക്ക് കറൻസി സ്വാപ്പ് ഫ്രെയിംവർക്ക് പ്രകാരം 30 ബില്യൺ രൂപ പിൻവലിക്കാൻ മാൽദീവ്സിന് ഇന്ത്യ അംഗീകാരം നൽകി. 2024-ൽ മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെ ഡൽഹി സന്ദർശന വേളയിൽ റിസർവ് ബാങ്കും മാൽദീവ്സ് സർക്കാരും തമ്മിൽ ഒപ്പുവച്ച കരാറിന് കീഴിലുള്ള ആദ്യ പിൻവലിക്കലിന്റെ ഭാഗമായാണ് ഫണ്ട് അനുവദിക്കുന്നത്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വിവിധ ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും സാധ്യതയുണ്ട്. ഉഷ്ണതരംഗം സാധ്യതയുള്ളതിനാൽ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി, ആരോഗ്യവകുപ്പ് എന്നിവയുടെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കൊല്ലം ജില്ലയിൽ ഈ മാസം 29 വരെ എല്ലാ സ്വകാര്യ ട്യൂഷൻ ക്ലാസുകൾക്കും അവധിക്കാല ക്ലാസുകൾക്കും ക്യാമ്പുകൾക്കും നിരോധനം ഏർപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 2 ആഴ്ചയിലേറെയായി സംസ്ഥാനത്ത് ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്.
ജില്ലയിൽ ബുധനാഴ്ച 41.3 ഡിഗ്രി സെൽഷ്യസും വ്യാഴാഴ്ച 41.1 ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയ കൂടിയ താപനില. ഇന്നും ജില്ലയിൽ ചൂട് 41 ഡിഗ്രിയിൽ കൂടുതൽ ഉയരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഇന്നും രാവിലെ മുതൽ നല്ല ചൂടാണ് പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഞായറാഴ്ച വരെ ചൂടും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന കാലാവസ്ഥയായിരിക്കുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അവധിക്കാല ക്യാമ്പുകൾക്കും കായിക പരിശീലനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നേരിട്ടുള്ള ക്ലാസുകൾ നിർത്തിവെക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഓൺലൈൻ ക്ലാസുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ചൂട് വരും ദിവസങ്ങളിലും ഉയരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രാദേശിക ഉഷ്ണതരംഗ പ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ നിർദ്ദേശം നൽകി. ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP S ശ്രീജിത്തിനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഇന്നലെയാണ് തീരസുരക്ഷാ സേനയുടെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. എന്നാൽ അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിക്കുകയായിരുന്നുവെന്ന് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി കർശന നിർദ്ദേശം നൽകി. വ്യോമമാർഗമോ കരമാർഗമോ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പ്. മേഖലയിലെ സംഘർഷങ്ങൾ കാരണം വ്യോമാതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും അനിശ്ചിതത്വങ്ങളും അന്താരാഷ്ട്ര വിമാന സർവീസുകളെ ബാധിക്കുന്നതായും എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ തുടരുന്ന എല്ലാ ഇന്ത്യൻ പൌരന്മാരും എംബസിയുമായി സഹകരിച്ച് രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ശാശ്വതമായ സമാധാന കരാറിലെത്താനാണ് ശ്രമമെന്നും വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടുന്നതായും ട്രംപ് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവ പോരാട്ടം. ഗുവാഹത്തിയിൽ വൈകുന്നേരം 5 മണിക്കാണ് മത്സരം. ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രാചി ഗേക്വാഡിന് സ്വർണം. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ ട്രീ പൊസിഷനിലാണ് ഈ മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ വിഭാഗത്തിൽ നരേൻ പ്രണവ് വനിതാ സുരേഷിന് വെങ്കല മെഡൽ ലഭിച്ചു. ഷൂട്ടിംഗ് ലോകകപ്പിൽ 2 സ്വർണവും 4 വെള്ളിയും 3 വെങ്കലവുമായി ഇന്ത്യ മുന്നേറ്റം തുടരുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 620 പോയിന്റ് താഴ്ന്ന് 77,043-ലും നിഫ്റ്റി 164 പോയിന്റ് കുറഞ്ഞ് 24,009-ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1,12,160 രൂപയും ഗ്രാമിന് 14,020 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുമേഖലാ സംവിധാനങ്ങളുടെ സമഗ്രമായ നവീകരണത്തിന്റെ ഭാഗമായി അടുത്ത 2 വർഷത്തിനുള്ളിൽ 50% സർക്കാർ സേവനങ്ങൾ നിർമ്മിത ബുദ്ധിയിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നതായി UAE ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. ചിലവ് കുറയ്ക്കുക, സേവന വിതരണം വേഗത്തിലാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലെ 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പോളിംഗ്. തമിഴ്നാട്ടിൽ 85.15%, പശ്ചിമ ബംഗാളിൽ 92.88% പോളിംഗ്. പശ്ചിമ ബംഗാളിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതം. കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-ന്. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വിവിധ ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി ഡൊണാൾഡ് ട്രംപ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 3 മണിക്ക്.